എനിക്ക് സോഷ്യൽ വർക്കല്ല താല്പര്യം ധീരജ്. പഠിച്ചു കഴിഞ്ഞാ മുഴുവൻ സമയം അതിനുവേണ്ടി ചെലവഴിക്കണമെന്നാ എന്റെ പ്ലാൻ. ഓക്കെ സ്നേഹ, പക്ഷെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ 2 ദിവസമേ ഉള്ളൂ. അത് മറക്കരുത്. ഓഹ് കം ഓൺ ധീരജ്, കഴിഞ്ഞ 3 സെമസ്റ്ററായി നീയല്ലേ എന്റെ എല്ലാ അസൈൻമെന്റ്സും ചെയ്യുന്നേ. നീ ഉള്ളപ്പോ ഞാൻ എന്തിനാ പിന്നെ ടെൻഷൻ അടിക്കുന്നേ? ഒന്ന് ചെയ്യടാ. സ്നേഹ അല്പം കൊഞ്ചിക്കൊണ്ട് ധീരജിനടുത്തേക്ക് ചേർന്ന് നിന്ന് അവന്റെ കയ്യിൽ മെല്ലെ തലോടി. ബംഗളൂരുവിലെ മടിവാളയ്ക്കടുത്തുള്ള പ്രശസ്തമായൊരു കോളേജ്. മലയാളികളടക്കം പല ദേശത്തു നിന്നുമുള്ളവർ പഠിക്കുന്നൊരു കോളേജാണത്. ധീരജ്, സ്നേഹ ഇരുവരും ബാച്ച്മേറ്റ്സാണ്. ഏതാണ്ട് 1 വർഷത്തിനു മുകളിലായി ഇരുവരും പ്രണയത്തിലായിട്ട്. ധീരജ് ഒരിടത്തരം കുടുംബത്തിലെ അംഗവും സ്നേഹ അല്പം കാശുള്ള വീട്ടിലെ കുട്ടിയുമാണ്. ഇരുവരും മലയാളികൾ. എന്നാൽ ധീരജിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പോഷായ ഒരു ലൈഫ് സ്റ്റൈലാണ് സ്നേഹ ജീവിച്ചു പോന്നത്. പ്രണയം ആദ്യം തുറന്നു പറഞ്ഞത് സ്നേഹയാണെങ്കിലും പിന്നീടങ്ങോട്ട് ധീരജ് അവളെ അഗാധമായി പ്രണയിക്കാൻ തുടങ്ങി. അവർ പരസ്പരം കൂടുതലടുത്തു. ജെറി അവിടേക്ക് വരുന്നുവെന്ന് കണ്ട സ്നേഹ ധീരജിന്റെ കരവലയത്തിൽ നിന്ന് മെല്ലെ വഴുതി മാറി. അവർക്കരികിലേക്ക് വന്ന ജെറിയെ സ്നേഹ ഒന്ന് വിഷ് ചെയ്തു. ജെറി എപ്പോഴും റോങ് ടൈമിലാണ് വരാറുള്ളത്. സ്നേഹ ജെറിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ധീരജിന് ഇഷ്ടമായിരുന്നില്ല. ജെറി വരുമ്പോഴൊക്കെ സ്നേഹ ധീരജിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടെന്ന് ധീരജ് പലതവണ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ധീരജ്, എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. എടാ പിന്നെ ആ അസൈൻമെന്റ് മറന്നുപോല്ലേ? ധീരജിനോടും ജെറിയോടും യാത്ര പറഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിന്നും നടന്നകന്നു. അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ മാത്രമേ ധീരജിന് കഴിഞ്ഞുള്ളൂ. കെഫറ്റീരിയയിലേക്കെത്തി ധീരജ് ഏറെ വൈകിയും സ്നേഹയുടെ അസൈൻമെന്റ് എഴുതുന്ന തിരക്കിലാണ്. പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അതൊരു പെയ്ഡ് പോൺ സൈറ്റിൽ നിന്നുള്ള മെസ്സേജായിരുന്നു. ആരോ ധീരജിന്റെ പേരിൽ ഒരു എൻട്രി പാസ് വാങ്ങിയിരിക്കുന്നു. കാര്യമെന്തെന്നറിയാൻ ധീരജ് മെസ്സേജിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. കുറച്ചു നിമിഷത്തേക്ക് അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ ആയില്ല. Come on, sexy. You need to increase your followers. Oh, gorgeous. Your shakes are making me crazy. ആ പോൺ സൈറ്റിൽ അർദ്ധനഗ്നയായി ശരീരം പ്രദർശിപ്പിക്കുകയാണ് സ്നേഹ. അവളുടെ ശരീരത്തെയും അവളെയും പ്രകീർത്തിച്ചുകൊണ്ടുവരുന്ന നിരവധി മെസ്സേജുകൾ. ധീരജ് പൂർണ്ണമായും തകർന്നുപോയി. അവൻ ഇത്രയും നാൾ സ്നേഹിച്ചതും മനസ്സിൽ കൊണ്ടു നടന്നതും അപ്പോൾ ഇങ്ങനെയൊരു പെൺകുട്ടിയെയായിരുന്നോ? ഇതാണോ അവളുടെ യഥാർത്ഥ മുഖം? അമർഷവും സങ്കടവും അവനുള്ളിൽ ഒരുപോലെ തളം കെട്ടിനിന്നു. അവന്റെ കൺമുന്നിൽ ലോകമിടിഞ്ഞു വീഴുന്നതുപോലെ അവന് തോന്നി. സർവവും കത്തിയെരിഞ്ഞമരുന്നതുപോലെ ഒരു ഫീൽ. എഴുതിക്കൊണ്ടിരുന്ന അസൈൻമെന്റ് പേപ്പറുകൾ ചുരുട്ടിയെറിഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അവൻ സ്നേഹയെ ഡയൽ ചെയ്തു. പൈസയ്ക്ക് വേണ്ടി നീ ഇത്രയ്ക്ക് തരം താഴെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സ്നേഹ. നിന്റെ പേര് പറയാൻ പോലും എനിക്കിപ്പോ അറപ്പാ. ഇതാണല്ലോ അപ്പൊ നിന്റെ സോഷ്യൽ വർക്ക്. ധീരജ് പറഞ്ഞവസാനിപ്പിക്കും മുമ്പ് മറുതലക്കിൽ നിന്നൊരു പൊട്ടിച്ചിരിയാണ് കേട്ടത്. അയ്യേ, നീ ഇതൊക്കെ ഇത്ര സീരിയസ് ആയെടുത്തോ? ഇതും സോഷ്യൽ വർക്ക് തന്നെയാടാ. എന്തായാലും നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, നന്നായി. നിന്റെ ലുക്കൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നീ ഏതോ ചിക്കിലുള്ള വീട്ടിലെ ചെറുക്കനാണെന്ന്. കൂടുതൽ അടുത്തപ്പോഴല്ലേ നീ വെറും ദരിദ്രവാസിയാണെന്ന് അറിഞ്ഞത്. നീ എന്താ കരുതിയേ നിന്നോട് എനിക്കങ്ങ് ദിവ്യ പ്രണയാണെന്നോ? എന്തായാലും ഇനി നീ എന്നെ അന്വേഷിക്കാൻ നിൽക്കണ്ട. ഞാൻ നല്ല കാശുള്ള ഒരുത്തനെ തന്നെ സെറ്റാക്കി. ഇനി മുതല് ഞാൻ ജെറിയുടെ പെണ്ണ. ഇത്രയും പറഞ്ഞ് സ്നേഹ കോൾ കട്ട് ചെയ്തു. ഇത്രയും നാൾ സ്നേഹ തന്നെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ധീരജ് തിരിച്ചറിഞ്ഞു. വെറും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ആരുടെയും കൂടെ പോകുന്ന ഒരു 3ാം കിട സ്ത്രീയുടെ നിലവാരമേ അവളുടെ സ്നേഹത്തിനുണ്ടായിരുന്നുള്ളൂ എന്ന ആ തിരിച്ചറിവ് ഒരു കനല് പോലെ അവന്റെ നെഞ്ചിൽ കിടന്ന് നീറാൻ തുടങ്ങി. മരവിച്ച മനസ്സുമായി അവൻ ആ കെഫറ്റീരിയയിൽ നിന്നിറങ്ങി യാന്ത്രികമായി നടന്നു. അല്പം നടന്ന ശേഷം ഒരു പിൻവിളിയാണ് അവൻ കേട്ടത്. ആ വിളി ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്ന അവനെ ഒരാൾ തടഞ്ഞു നിർത്തി. ഏതാണ്ട് 45-ന് മുകളിൽ പ്രായം തോന്നിക്കുന്ന വെൽ ഡ്രസ്ഡായ ഒരാൾ. ധീരജല്ലേ? എൻ്റെ പേര് ചാക്കോ. നിന്റെ അച്ഛൻ്റെ സുഹൃത്താണ് ഞാൻ. അദ്ദേഹം അയച്ചതാണ് എന്നെ. എന്നാൽ ആ വാക്കുകളൊന്നും ധീരജിൽ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാക്കിയില്ല. അച്ഛൻ അയച്ചതാണത്രേ. ചെറുപ്പത്തിലെ ധീരജിന്റെ അച്ഛൻ മരിച്ചുപോയെന്നും പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം താമസമാക്കിയെന്നുമാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിപ്പോ ഏതച്ഛനെന്നായിരുന്നു ധീരജിന്റെ ഉള്ളിലെ സംശയം. ധീരജ് ഇതെല്ലാം ആലോചിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു. താൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങിയ ധീരജിനെ നോക്കി
10 കോടി രൂപയോ? എന്താ ഇത്? ഞാനെന്താ സ്വപ്നം കാണാണോ? ധീരജ് മൊബൈൽ സ്ക്രീനിലേക്കും ചാക്കോയെയും മാറി മാറി നോക്കി. ഇതൊരു സ്വപ്നമല്ല എന്നവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ വളരെ ലാഘവത്തോടെ ചിരിച്ച മുഖവുമായി നിൽക്കുന്ന ചാക്കോ സംസാരിച്ചു തുടങ്ങി. ധീരജ്, നിന്റെ അച്ഛൻ സ്റ്റീഫൻ നിന്നെയും നിന്റെ അമ്മയും ഉപേക്ഷിച്ചു പോയത് അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെന്നും നിങ്ങളുണ്ടായിരുന്നു. വലിയ പറമ്പിൽ കുടുംബത്തിന്റെ ബിസിനസ് അന്ന് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു. ഇന്നിപ്പോ സ്റ്റീഫൻ അയാളുടെ ബിസിനസ്സും വലിയ പറമ്പിൽ സാമ്രാജ്യവുമെല്ലാം അടുത്ത തലമുറയ്ക്ക് കൈമാറി സ്വസ്ഥമാവാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവന്ന് ഒപ്പം ജീവിക്കാനും ആഗ്രഹിക്കുകയാണ്. ധീരജ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. 2 കാര്യങ്ങൾ നിന്നെ അറിയിക്കാനാണ് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, നീ കഴിയുന്ന അത്രയും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് ഒരു സാധാരണ ജീവിതം തന്നെ നയിക്കുക. 2, നിന്റെ അമ്മയ്ക്ക് ഇനി ഒരു ദുഃഖവും ഉണ്ടാകാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കുക. ചാക്കോയുടെ വാക്കുകൾ കേട്ട് ധീരജിന്റെ ഹൃദയമെടുപ്പ് കൂടി വന്നു. വലിയ പറമ്പിൽ കുടുംബം. അവന്റെ അച്ഛൻ ഒരു കോടീശ്വരനാണെന്ന് തന്നെ ഒരു വലിയ തിരിച്ചറിവായിരുന്നു ധീരജിന്. എന്നാൽ വലിയ പറമ്പിൽ കുടുംബം, ആ പേരായിരുന്നു അവനെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കിയത്. ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും എന്നുവേണ്ട ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യമാണ് വലിയ പറമ്പിൽ കുടുംബത്തിന്റേത്. അച്ഛന് വലിയ പറമ്പിൽ കുടുംബവുമായി എന്ത് ബന്ധമെന്ന ചോദ്യമായിരുന്നു അവന്റെ മനസ്സ് നിറയെ. വാർത്തകളിൽ അധികം ഇടം പിടിക്കാറില്ലെങ്കിലും വലിയ പറമ്പിൽ കുടുംബം എന്നും അതിസമ്പന്നരുടെ പട്ടികയിൽ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് $150 മില്യൺ വലിയ പറമ്പിൽ കുടുംബത്തിന്റെ ആസ്തിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തെ മികച്ച കമ്പനികളുടെ ഓഹരികൾ കൈവശം വച്ചിട്ടുള്ള ഒരു കുടുംബം. ആഫ്രിക്കയിലെ ഓയിൽ ട്രേഡ് ഗ്രൂപ്പിന്റെ 70%, ഗ്ലോബൽ റെയർ എർത്ത് ഗ്രൂപ്പിന്റെ ഏതാണ്ട് 73% കൈയാളുന്നവരാണ് അവർ. ധീരജിന്റെ മനസ്സിലൂടെ 1000 ചോദ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും കടന്നുപോയി. ധീരജ് വളരെ കൺഫ്യൂസ്ഡ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചാക്കോ വീണ്ടും സംസാരിച്ചു തുടങ്ങി. മോനെ ധീരജ്, ഭാവിയിൽ നിനക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നീ എന്നെ ഓർക്കുക. ഒരൊറ്റ ഫോൺ കോൾ ഈ ലോകത്ത് വലിയ പറമ്പിൽ കുടുംബത്തിന് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവുമില്ല എന്ന് നീ മനസ്സിലാക്കുക. അധികം വൈകിയില്ല. ധീരജിനോട് യാത്ര പറഞ്ഞ് ചാക്കോ തനിക്കൊപ്പം വന്നവരുടെ കൂടെ കാറിൽ കയറി മടങ്ങിപ്പോയി. അയാൾ പോയി ഏതാണ്ട് 1 മിനിറ്റ് തികയും മുൻപേ ധീരജിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ജെറി കോളിംഗ്. ഞാൻ സ്നേഹയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നിനക്കറിയായിരുന്നു ജെറി. എന്നിട്ടും നീ അവളെ എന്നിൽ നിന്ന് അകറ്റി. യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരുടെയും മുന്നിൽ എന്നെ നീ അപമാനിച്ചു. ഒരുപക്ഷെ നിന്റെ ബാങ്ക് ബാലൻസിൻ്റെ ഇരട്ടി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവും. എങ്ങനെയും പ്രതികരിക്കാം എനിക്ക്. പക്ഷേ ചാക്കോ ചേട്ടൻ പറഞ്ഞത് കഴിയുന്ന അത്രയും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് ഒരു സാധാരണ ജീവിതം നയിക്കാനല്ലേ? ചാക്കോയുടെ വാക്കുകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയ നിമിഷം വീണ്ടും ജെറിയുടെ കോൾ. പക്ഷേ ഇത്തവണ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ തന്നെ ധീരജ് തീരുമാനിച്ചു. എന്താടാ ഇതുവരെ പണിക്ക് കയറാത്തത്? ജെറിയുടെ വാക്കുകളിൽ നിന്ന് ധീരജ് പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന ഗാലക്സി ബാറിലാണ് ജെറി ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. തന്നെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാനാണ് ജെറിയുടെ ശ്രമമെന്നും ധീരജ് മനസ്സിലാക്കി. ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നീ വരുവോ വരാതിരിക്കോ ചെയ്. അല്ലട കുട്ടാ, ഈ ഗാലക്സി ബാറിലെ ഏറ്റവും നല്ല റൂം ഏതാ? എന്റെ കൂടെ സ്നേഹയുണ്ട്. അവിടെ നല്ല മൂഡില്ല. റൂം എടുക്കാൻ പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുവാന്നേ. അതാ ഞാൻ നിന്നെ വിളിച്ചത്. നീ ആവുമ്പോ വല്ല ബെഡ്ഷീറ്റ് മാറ്റാനോ കക്കൂസ് കഴുകാനോ ഒക്കെ ആയിട്ട് എല്ലാ മുറിയിലും കേറിയിട്ടുണ്ടാവുമല്ലോ. ജെറി മനഃപൂർവ്വം തന്നെ ദേഷ്യം പിടിപ്പിക്കാനാണ് ഇതെല്ലാം പറയുന്നതെന്ന് ധീരജിന് അറിയാമായിരുന്നു. എന്നാൽ അവനെ കൂടുതൽ വേദനിപ്പിച്ചതും ഹൃദയം തകർത്തു കളഞ്ഞതും സ്നേഹയുടെ വാക്കുകളാണ്. ഫോണിന്റെ മറുതലക്കൽ നിന്ന് സ്നേഹ വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ. നീ എന്തിനാ ജെറി അവനോടൊക്കെ ചോദിക്കാൻ പോകുന്നത്? ഇവിടുത്തെ ലോക്കൽ ബാറിലെ എച്ചിൽ പാത്രം എടുത്ത് വെക്കുകയും വല്ലവന്റെയൊക്കെ ചർദ്ദല് കോരുകയൊക്കെ ചെയ്യുന്ന ജോലി അവന്റെ. അല്ലാതെ മുറിയുടെ ഒന്നും പരിസരത്ത് പോലും അവൻ അടുപ്പിക്കില്ല. ഒരു പൊട്ടിച്ചിരിയോടെ ജെറി ഫോൺ കട്ട് ചെയ്തു. ജെറി മനഃപൂർവ്വം ധീരജിനെ പ്രകോപിപ്പിച്ചതാണ്. എന്നാൽ ധീരജ് അവന്റെ ദേഷ്യം അടക്കിപ്പിടിച്ചു. ഹൃദയം തകർന്നു നിൽക്കുന്ന ധീരജിന്റെ ഫോണിലേക്ക് ഉടൻ തന്നെ സ്നേഹയുടെ ഒരു മെസ്സേജ് വന്നു. ധീരജ്, ഇനി ഒരിക്കലും നീ യൂണിവേഴ്സിറ്റിയിൽ ആരോടും പറയരുത് ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നുവെന്ന്. ഞാനിപ്പോ ജെറിക്കൊപ്പോ. നമ്മുടെ ബന്ധത്തെക്കുറിച്ച് കേട്ട് അവൻ വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല. താൻ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടി. അവളുടെ വാക്കുകളാണ്. കൂടുതലൊന്നും പറയാൻ
എന്റെ പൊന്നമ്മ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ടെന്ന്. ഇനി അമ്മ ഇങ്ങനെ കഷ്ടപ്പെടണ്ട. എന്റെ ചെലവുകൾ നോക്കാൻ എനിക്ക് പറ്റൂ ഇപ്പോ. അതൊക്കെ എനിക്കറിയാം മോനെ. ജോലി ചെയ്യാൻ പോകുന്ന വഴി നിന്റെ കോളേജിന് മുന്നിലൂടെ പോയപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. കയ്യിലുള്ള കുറച്ച് ക്യാഷ് തരണമെന്നും തോന്നി. നീ നന്നായി പഠിക്കണം. ജോലി ചെയ്യുന്നതിനെ പറ്റിയും ക്യാഷ് സമ്പാദിക്കുന്നതിനെ പറ്റിയൊന്നും ഇപ്പൊ എന്റെ മോൻ ആലോചിക്കണ്ട. നിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മോനെ. സമ്പാദിക്കാൻ ഇനി നിന്റെ മുന്നിൽ ഒരു വലിയ ജീവിതം കിടക്കുകയല്ലേ. അമ്മയുടെ വാക്കുകൾ കേട്ട് സ്നേഹത്തോടെ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കുറച്ചുനേരം അവൻ അങ്ങനെ അനങ്ങാതെ നിന്നു. അവർ സാരിയിലെ അഴുക്കുകറ സാരിത്തലപ്പ് കൊണ്ട് തന്നെ മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് ധീരജ് ശ്രദ്ധിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് അമ്മ ഒന്നും തന്നെ തനിക്കായി വാങ്ങിയിട്ടില്ല. ധരിക്കാൻ നല്ലൊരു വസ്ത്രമില്ലായിരുന്നു അവർക്ക്. അമ്മയുടെ ആ ജാള്യത കണ്ട് ധീരജ് പറഞ്ഞു, വാ അമ്മേ, ഇന്ന് ഞാൻ അമ്മയ്ക്ക് കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങിത്തരാം. ഉടുക്കാൻ നല്ലൊരു സാരി പോലുമില്ല അമ്മയ്ക്ക്. ധീരജിന്റെ ആ വാക്കുകൾ കേട്ട് അമ്മ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എനിക്ക് ജോലിക്ക് പോകാനുള്ള ഉടുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്. നീ കിട്ടുന്ന കാശ് ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങി ചെലവാക്കാതെ സൂക്ഷിക്കാൻ നോക്ക്. നന്നായിട്ട് പഠിക്കാൻ നോക്ക്. ഡ്രസ്സൊക്കെ നമുക്ക് പിന്നെ വാങ്ങാം. പിന്നത്തേക്കൊന്നും വെച്ചാൽ പറ്റില്ല. എന്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിത്തരണമെന്ന് ഞാൻ മുന്നേ വിചാരിച്ചിരുന്നതാ. അമ്മ ഇനി ഒന്നും പറയണ്ട, എന്റെ കൂടെ വന്നേ പറ്റൂ. അല്പമൊന്ന് നിർബന്ധിച്ചപ്പോൾ അമ്മ വഴങ്ങി. ധീരജ് അമ്മയെയും കൂട്ടി അവിടെ അടുത്തുള്ളൊരു മാളിലേക്കാണ് പോയത്. ഡ്രസ്സ് മാത്രമല്ല, അമ്മയ്ക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഒപ്പം മാറിയ ഈ ലോകത്തിന്റെ കാഴ്ചകളും അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കണം. അവൻ അങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ചെയ്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഒരു സ്റ്റോറിലെ മാനിക്വീനിൽ അണിയിച്ചിരിക്കുന്ന ഷോൾ കണ്ട് അമ്മ അത്ഭുതത്തോടെ നോക്കുന്നത് ധീരജ് കണ്ടു. അവൻ ആ ഷോളിലേക്ക് നോക്കി. മനോഹരമായിരുന്നു അത്. ഒരു ദിവസം മുമ്പ് ഈ സ്റ്റോറിന് മുന്നിലൂടെ ഒന്ന് നടക്കാൻ പോലും അവൻ ഭയപ്പെട്ടിരുന്നു. അതിനുള്ള അർഹതയില്ല എന്നവൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ സ്റ്റോറിലെ എല്ലാ വസ്ത്രങ്ങളും വാങ്ങി അമ്മയുടെ കാൽക്കീഴിൽ വയ്ക്കാൻ പ്രാപ്തിയുണ്ടവന്. ധീരജിനൊപ്പം അമ്മയും ആ സ്റ്റോറിലേക്ക് കയറി. അവരെ കണ്ട സ്റ്റോർ അസിസ്റ്റന്റ് അവർക്കരികിലേക്ക് വന്നു. ഹായ് സർ. ഹലോ മാഡം. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ധീരജ് ആ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രത്തിലെ നെയിം ബോർഡ് വായിച്ചു. ഡെയ്സി കുരുവിള. ഹായ് ഡെയ്സി. അമ്മയ്ക്ക് വേണ്ടി കുറച്ച് സാരിയും ചുരിദാറും ഒക്കെ നോക്കണമായിരുന്നു. പിന്നെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ആ ഷാളുകൾ കൂടി ഒന്ന് കാണിക്കൂ. ആ പെൺകുട്ടി ധീരജിനെയും അമ്മയെയും ഒന്നടിമുടി നോക്കി പുച്ഛത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ ഡ്രസ്സുകളെല്ലാം കുറച്ച് എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഡെയ്സി അവർക്ക് കുറുകെ നിന്ന് ഒപ്പം സ്റ്റോറിലെ മറ്റൊരു ജീവനക്കാരനെ നോക്കി തറയിലേക്ക് ആംഗ്യം കാണിച്ചു. ഉടൻ തന്നെ അയാൾ വാക്യൂം ക്ലീനർ എടുത്തുകൊണ്ടുവന്ന് ധീരജും അമ്മയും നിന്ന സ്ഥലം വൃത്തിയാക്കാൻ തുടങ്ങി. ആ സ്റ്റോർ അസിസ്റ്റന്റിന്റെ ഇത്തരം ധിക്കാരപൂർവമായ പെരുമാറ്റം ധീരജിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഇവിടെ എന്തേ നടക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. വെറുതെ ഞങ്ങളുടെ സമയം മെനക്കെടുത്താതെ അമ്മയും മോനും പോവാൻ നോക്ക്. അതിനുള്ള മറുപടി നൽകാൻ തുനിയും മുമ്പ് ധീരജിന്റെ അമ്മ അവന്റെ കയ്യിൽ കയറിപ്പിടിച്ച് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. ഇത്ര വില കൂടിയ വസ്ത്രങ്ങളാണ് ഇവിടെ എന്ന് അറിഞ്ഞില്ല എന്നും തനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരണം എന്ന ആഗ്രഹത്താൽ കയറിപ്പോയതാണെന്നും ഉടൻ പൊയ്ക്കോളാമെന്നും അവർ ആ പെൺകുട്ടിയോട് പറഞ്ഞു. എന്നാൽ ധീരജ് തെല്ലും അനങ്ങിയില്ല. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് കാർഡെടുത്ത് സ്റ്റോർ അസിസ്റ്റന്റായ ആ പെൺകുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്റ്റോറിൽ ഏത് വില കൂടിയ ഡ്രസ്സാണ് എനിക്ക് വാങ്ങാൻ കഴിയാത്തതെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഒരു ദിവസം മുമ്പ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ധീരജ് ഈ അപമാനം സഹിച്ച് സ്റ്റോറിൽ നിന്ന് പുറത്തേക്ക് പോയേനെ. പക്ഷേ ഇന്നവൻ വ്യത്യസ്തനായിരുന്നു. എന്നാൽ സ്റ്റോർ അസിസ്റ്റന്റ് ഇത്ര വിചിത്രമായ കാർഡ് മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. ആ കാർഡ് ധീരജിന് ചാക്കോ നൽകിയതാണ്. അതിൽ അവരുടെ കുടുംബത്തിന്റെ ചിഹ്നവുമുണ്ടായിരുന്നു. ഈ കാർഡ് ബാങ്ക് പ്രത്യേകമായി വലിയ പറമ്പിൽ കുടുംബത്തിനായി ഡിസൈൻ ചെയ്തതാണ്. അതിലെവിടെയും ബാങ്കിന്റെ പേരുണ്ടായിരുന്നില്ല. കാർഡ് തിരിച്ചും മറിച്ചും നോക്കിയ ശേഷം സ്റ്റോർ അസിസ്റ്റന്റ് ഡെയ്സി കാർഡ് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റോർ വളരെ എക്സ്പെൻസീവാണ്. ഞങ്ങളുടെ റേഞ്ച് തന്നെ 3 ലക്ഷം രൂപയിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ സ്റ്റുഡന്റ് അക്കൗണ്ടിൽ നിന്ന് ഇവിടെ ഒന്നും വാങ്ങാൻ കഴിയില്ല. എന്റെ സമയം കളയാതെ പോവൂ. ഇനി അതല്ല, ഇവിടെ തന്നെ നിന്ന് ഞങ്ങളുടെ സ്റ്റോറിന്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. സ്റ്റോർ അസിസ്റ്റന്റിന്റെ പെരുമാറ്റം കണ്ട് ധീരജ് ദേഷ്യത്തോടെ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് ഒരു പക്വതയുള്ളതും വിനയാന്വിതവുമായ ശബ്ദം കേട്ടത്. നിങ്ങൾ ഇങ്ങനെയാണോ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത്? ആ ശബ്ദം കേട്ട് ഡെയ്സി ഒന്ന് ഞെട്ടി. സ്റ്റോറിൽ നിന്ന് കേട്ടുകൊണ്ട്
അഭിഷേക് സർ, നിങ്ങളോ? റീജിയണൽ മാനേജർ അഭിഷേകിനെ അവിടെ കണ്ട് എല്ലാ സ്റ്റാഫും ഒന്നടങ്കം ഞെട്ടി. മാനേജർ പെട്ടെന്ന് ബ്രാൻഡ് സ്റ്റോറിലേക്ക് വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. സാധാരണയായി ഇത്തരം ഉയർന്ന തരത്തിലുള്ള മാനേജേഴ്സിനെ ഒരിക്കലും ബ്രാൻഡ് സ്റ്റോറിൽ കാണാറില്ല. സർ, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ഡെയ്സി മുഖത്ത് കഷ്ടപ്പെട്ടൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. എന്നാൽ അഭിഷേക് അതൊന്നും വകവയ്ക്കാതെ പ്രതികരിച്ചു. ട്രെയിനിങ് സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡെയ്സി എന്താ മറന്നോ? ഓരോ കസ്റ്റമേഴ്സും നമ്മുടെ അതിഥികളാണ്. അവർക്ക് എപ്പോഴും VIP ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ഡോണ്ട് യു ഹാവ് മാനേജ് ഡെയ്സി? സാധാരണഗതിയിൽ ഇത്തരം അവസരങ്ങളിൽ മാനേജർ സ്റ്റാഫിനൊപ്പമാണ് നിൽക്കാറ്. എന്നാൽ ഇവിടെ ഡെയ്സിയുടെ മോശം പെരുമാറ്റം അഭിഷേകിനെ നന്നേ ചൊടിപ്പിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. സ്വയരക്ഷയ്ക്കെന്നോണം ഡെയ്സി പറഞ്ഞു തുടങ്ങി. ക്ഷമിക്കണം സർ, പക്ഷേ സാറിന് ഇതുവരെ ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇവർ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല. യഥാർത്ഥത്തിൽ ഇവർക്ക് ഇവിടുത്തെ വസ്ത്രങ്ങൾ വാങ്ങാനുള്ള കെൽപ്പൊന്നും ഇല്ല സർ. ഇവർ വെറുതെ നമ്മുടെ സമയം കളയാൻ വരുന്നതാണ്. നമ്മുടെ ബ്രാൻഡിന്റെ വാല്യൂ എന്താണെന്നൊന്നും ഇവരെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അഭിഷേക് രൂക്ഷമായി ഒന്ന് ഡെയ്സിയെ നോക്കി. എന്നിട്ട് വളരെ ശാന്തമായി ധീരജിന്റെ മുഖത്തേക്ക് നോക്കി മെല്ലെ നടന്ന് ചവറ്റുകുട്ടയുടെ അടുത്തേക്ക് പോയി. കുറെ കടലാസ് കഷ്ണങ്ങളും മറ്റ് വൃത്തിഹീനമായ വസ്തുക്കളും നിറഞ്ഞു കിടക്കുന്ന ചവറ്റുകുട്ട. അതിനിടയിൽ നിന്ന് അഭിഷേക് ആ കാർഡെടുത്ത് സ്വന്തം കയ്യിലെ തൂവാല ഉപയോഗിച്ച് വൃത്തിയാക്കി. എന്നിട്ട് ആ കാർഡിലേക്ക് സൂക്ഷിച്ചു നോക്കി. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. 2-3 വട്ടം അയാൾ ആ കാർഡിലേക്കും ധീരജിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. അഭിഷേക് ഭയത്തോടും അത്ഭുതത്തോടും ചോദിച്ചു, സർ, ഇത് നിങ്ങളുടെ കാർഡാണോ? അയാളുടെ കണ്ണുകളിലെ ആ അവിശ്വസനീയത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ശാന്തമായി ധീരജ് അതെ എന്ന് മറുപടി പറഞ്ഞു. എന്നാൽ അഭിഷേകിന്റെ ഈ പ്രവൃത്തി പുച്ഛത്തോടെയാണ് ഡെയ്സി നോക്കിക്കണ്ടത്. അയാൾ ഈ ചെയ്യുന്നതിലുള്ള അമർഷം അഹങ്കാരിയായ ആ പെൺകുട്ടി തുറന്നടിച്ച് പറയുകയും ചെയ്തു. അഭിഷേക് സർ, കസ്റ്റമേഴ്സിന്റെ കാർഡ് ചവറ്റുകുട്ടയിലേക്ക് ഇട്ടത് തെറ്റായിരിക്കാം. പക്ഷേ അഷ്ടിക്ക് വകയില്ലാത്ത ഇവരെ പോലെയുള്ളവരുടെ മുന്നിൽ നിന്ന് സാറി കാണിക്കുന്നത് കുറച്ച് ഓവറാണ്. ഡെയ്സി തന്റെ വാക്കുകൾ പൂർത്തിയാക്കും മുമ്പേ അഭിഷേക് ഉച്ചത്തിൽ അവളെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു. ഷട്ടപ്പ്! പോയി നമ്മുടെ VIP കസ്റ്റമേഴ്സിന് കോഫി ഉണ്ടാക്ക്. ഒരു കാര്യം കൂടി, ഈ വർഷം നിനക്ക് ബോണസും ആനുവൽ ബെനഫിറ്റ്സും ഒന്നും ഉണ്ടാവില്ല. നിനക്കിത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ റിസൈൻ ചെയ്യാം. അഭിഷേക് ബിസിനസ് യാത്രകളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നു. ലോകത്തിലെ പല പ്രമുഖരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരമൊരു ബാങ്ക് കാർഡ് തിരിച്ചറിഞ്ഞതും. അദ്ദേഹം ധീരജിന്റെ കാർഡ് നന്നായി വൃത്തിയാക്കി ഇരു കൈകളിലും വെച്ച് അവന് തിരികെ നൽകിക്കൊണ്ട് പറഞ്ഞു. ക്ഷമിക്കണം സർ, എന്റെ സ്റ്റാഫിന് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. ദയവായി അകത്തേക്ക് വരൂ. ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ us to have you here in our store. ഒരു റെപ്യൂട്ടഡ് വസ്ത്രശൃംഖലയുടെ റീജിയണൽ മാനേജർ ഇത്തരത്തിൽ തന്നോട് സംസാരിക്കുന്നത് കണ്ട് ധീരജ് ആ കാർഡിന്റെ വില എന്താണെന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. എന്നാൽ തികച്ചും മോശമായ രീതിയിൽ പെരുമാറിയതുകൊണ്ട് തന്നെ ഇനി അവിടെ നിന്ന് ഒന്നും തന്നെ വാങ്ങേണ്ടതില്ല എന്ന് ധീരജ് തീരുമാനിച്ചിരുന്നു. ധീരജ് ഷോപ്പിംഗിൽ നിന്ന് പിന്തിരിയുകയാണ് എന്ന് മനസ്സിലാക്കിയ അഭിഷേക് അയാൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് വീണ്ടും മാപ്പു പറഞ്ഞു. ശേഷം പോക്കറ്റിൽ നിന്ന് 2 ഗോൾഡൻ കളർ കാർഡ് പുറത്തേക്കെടുത്ത് ധീരജിന് നേരെ നീട്ടി. സർ, എന്റെ സ്റ്റാഫ് മോശമായിട്ട് പെരുമാറിയതിൽ ഞാൻ വല്ലാതെ ഖേദിക്കുന്നു. നിങ്ങളെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ ഏറ്റവും പ്രഷ്യസ് ആയ കസ്റ്റമേഴ്സിന് നൽകുന്ന ഈ ഗോൾഡൻ മെമ്പർഷിപ്പ് കാർഡ് താങ്കൾക്ക് നൽകുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്ലീസ് സർ, ഇത് സ്വീകരിക്കണം. അഭിഷേക് വളരെ വിനയാന്വിതനായി സംസാരിക്കുന്നത് കണ്ട് ധീരജ് തെല്ലൊന്നയഞ്ഞു. ജീവിതത്തിൽ ഇതാദ്യമായാണ് അവൻ ഇത്രയധികം ബഹുമാനം ലഭിക്കുന്നത്. മാനേജറായ അഭിഷേകിന്റെ അഭ്യർത്ഥന മാനിച്ച് ധീരജ് ആ കാർഡുകൾ സ്വീകരിച്ചു. ഈ ഗോൾഡൻ മെമ്പർഷിപ്പ് കാർഡ് ഉപയോഗിച്ച് ലോകത്തെവിടെയുമുള്ള ഇവരുടെ സ്റ്റോറുകളിൽ നിന്ന് സൗജന്യമായി ഷോപ്പ് ചെയ്യാൻ കഴിയും. ധീരജ് പുഞ്ചിരിച്ചുകൊണ്ട് അഭിഷേകിനെ നോക്കി. അയാൾ ഏറെ വിനയത്തോടെ ധീരജിന് മുന്നിൽ നിൽക്കുകയാണ്. ചുറ്റിനുമൊന്ന് കണ്ണോടിച്ച് ധീരജ് സ്റ്റാഫ് അസിസ്റ്റന്റ് ഡെയ്സിയെ കണ്ടു. അവൾ ഭയത്തോടും അത്ഭുതത്തോടും കൂടി ധീരജിനെ നോക്കി നിൽക്കുകയാണ്. പണവും അധികാരവും അവനെ മത്തുപിടിപ്പിക്കുന്നത് പോലെ ധീരജിന് തോന്നി. അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കിക്ക് അതവന്റെ സിരകളിലേക്ക് പടർന്നു കയറി. അഭിഷേക് സർ, ഐ എം സോറി. ഡെയ്സി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ആഡംബര സ്റ്റോറിൽ ജോലി ചെയ്തു വരുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നാൽ അവൾ ഒരിക്കൽ പോലും അഭിഷേക് ഇത്ര വിനയത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അയാളിലെ വിനയത്തിൽ കലർന്നു കിടന്നിരുന്ന ഭയവും
അവൾ തിരിച്ചറിഞ്ഞു. ഡെയ്സി, ഇന്ന് നീ നമ്മുടെ ബിസിനസ് മുഴുവൻ ഇല്ലാതാക്കാൻ പോകുന്ന കാര്യമായി ചെയ്തത്. നിന്റെ ഈ പ്രവൃത്തി കാരണം അദ്ദേഹം ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ സ്റ്റോർ മാത്രമല്ല, നമ്മുടെ ഈ ബ്രാൻഡും ബിസിനസ് ശൃംഖലകളും എല്ലാം നശിക്കുമായിരുന്നു. ഒരാളെയും അവരുടെ വസ്ത്രധാരണ രീതി കൊണ്ട് അളക്കരുത്. 1000 വട്ടം ട്രെയിനിങ് സമയത്ത് പറഞ്ഞു തന്നിട്ടുള്ളതല്ല നിന്നോടത്. അഭിഷേകിന്റെ വാക്കുകൾ കേട്ട് ഡെയ്സി അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. പക്ഷെ ഇപ്പോഴും കാര്യത്തിന്റെ ഗൗരവം അവൾക്ക് മനസ്സിലായിട്ടില്ല. സർ, അദ്ദേഹം ആരായിരുന്നു? അഭിഷേക് അവളെ നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അറിയാൻ ശ്രമിക്കാനുള്ള അധികാരമൊന്നും സാധാരണക്കാരായ നമുക്കില്ല. നീ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. നീ ചവറ്റുകൊട്ടയിലിട്ട ആ കാർഡ് സ്വിസ് ബാങ്ക് ആണ് അദ്ദേഹത്തിന് നൽകിയത്. അഭിഷേകിന്റെ വാക്കുകൾ കേട്ടതും ഡെയ്സിയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. വാർത്തകളിൽ മാത്രം കേട്ട് പരിചയമുള്ള സ്വിസ് ബാങ്ക്, ആ ബാങ്ക് ഇഷ്യൂ ചെയ്ത ഒരു കാർഡാണോ തന്റെ കയ്യിൽ അല്പം മുമ്പ് ഇരുന്നത് എന്ന് ചിന്തിച്ച് അവൾ വിറങ്ങലിച്ചു നിന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് ധീരജ് അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ നിന്ന് അമ്മയെ ടാക്സിയിൽ തിരികെ അയക്കുകയും ചെയ്തു. അവനിപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കുകയാണ്. അമ്മ കൂടെയുണ്ടായിരുന്നപ്പോൾ പോലും ധീരജിന്റെ മൊബൈലിൽ തുടർച്ചയായി മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. അവൻ ഊഹിച്ച പോലെ തന്നെ അവയെല്ലാം ജെറിയുടെ മെസ്സേജസ് ആയിരുന്നു. പോൺ സൈറ്റ് ലിങ്ക് തുറന്നപ്പോൾ ലോകത്തിനു മുന്നിൽ സ്നേഹ ഇത്തരത്തിൽ പെർഫോം ചെയ്യുന്നത് കണ്ട ധീരജ് ഒട്ടും തന്നെ ആശ്ചര്യപ്പെട്ടില്ല. അവളുടെ ലൈവ് ബ്രോഡ്കാസ്റ്റ് റൂമിൽ അവൾക്ക് പിന്നിലായി ജെറിയും നിൽപ്പുണ്ടായിരുന്നു. 100 കണക്കിന് ആളുകളാണ് സ്നേഹയുടെ പെർഫോമൻസുകൾ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് വരെയും ആരെയും അവൾ തന്റെ ലൈവ് ബ്രോഡ്കാസ്റ്റിൽ ഒപ്പം നിർത്തിയിരുന്നില്ല. സ്നേഹ അവളുടെ ശരീരം പ്രദർശിപ്പിക്കുകയാണ്. അത് കണ്ട് ആളുകൾ ഉന്മത്തരായിക്കൊണ്ടിരിക്കുന്നു. തന്റെ ചൂടൻ പെർഫോമൻസിനൊടുവിൽ സ്നേഹ തിരിഞ്ഞു നിന്ന് ജെറിയെ പലവട്ടം ചുംബിച്ചു. ജെറി ഉടൻ തന്നെ അവന്റെ ഫോൺ എടുത്ത് സ്നേഹയുടെ ലൈവ് ബ്രോഡ്കാസ്റ്റിലേക്ക് 1,00,000 രൂപ ഡൊണേറ്റ് ചെയ്തു. സ്നേഹ ഈ ആപ്ലിക്കേഷനിൽ തന്റെ റാങ്കിംഗ് ഉയർത്താനായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവളുടെ പ്രകടനം കൂടുതൽ ആളുകൾ കാണുകയും അവൾക്ക് കൂടുതൽ പണം നൽകുകയും ചെയ്താൽ സ്നേഹയുടെ റാങ്കിംഗ് ഉയരും. അതിനു പുറമെ ജെറി അവളെ ഇന്ന് 1ാം റാങ്കിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ജെറി, നിന്നെ കിട്ടിയതിൽ ഐ എം സോ ലക്കി. സ്നേഹ പെർഫോമർ റാങ്കിംഗ് ലിസ്റ്റ് എടുത്തു നോക്കി. എന്നാൽ അവളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവളിപ്പോൾ ടോപ്പ് 10ൽ നിന്ന് പുറത്തായിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ സ്നേഹ ശ്രമിച്ചു. മറ്റെല്ലാ പെർഫോമർമാർക്കും ആരോ ഒരാൾ 5,00,000 രൂപ വീതം ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു. അതിനാലാണ് സ്നേഹ പിന്തള്ളപ്പെട്ടത്. ദിസ് ഈസ് ഇംപോസിബിൾ. കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് സ്നേഹ 2ാം സ്ഥാനത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് 11ാം സ്ഥാനത്തേക്ക് വഴുതി വീണിരിക്കുന്നു. സ്നേഹ ആദ്യം കരുതിയത് സിസ്റ്റത്തിൽ എന്തോ തകരാറുണ്ടെന്നാണ്. പക്ഷെ ഇന്ന് പെർഫോമറുടെ നിരക്ക് മിനിമം 5,00,000 രൂപയിൽ നിന്നാണ് തുടങ്ങുന്നത്. ജെറി 5,00,000 രൂപ ഡൊണേറ്റ് ചെയ്തതിനു ശേഷവും സ്നേഹ ടോപ്പ് 10ൽ നിന്ന് പിന്തള്ളപ്പെട്ടു. കാരണം ഇപ്പോൾ ടോപ്പ് 10ൽ എത്താനുള്ള മിനിമം എമൗണ്ട് 15,00,000 രൂപയായിരിക്കുന്നു. ജെറി ആകാംക്ഷയോടെ ആരാണ് മറ്റുള്ളവർക്ക് ക്യാഷ് അയക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു. ആ യൂസർ നെയിം അവൻ വായിച്ചു. ലൂസർ ആൻഡ് എ ബിച്ച്. ധീരജ്. ആ യൂസർ നെയിം കണ്ടപ്പോൾ സ്നേഹയുടെയും ജെറിയുടെയും മനസ്സിലേക്ക് ഒന്നിച്ചു വന്ന പേര് അതായിരുന്നു. എന്നാൽ പിന്നീടവർ ആ പോസിബിലിറ്റി ഒഴിവാക്കി. ധീരജിന്റെ കയ്യിൽ ഒരിക്കലും ഇത്രയധികം പണം വരില്ല എന്ന് അവർ അനുമാനിച്ചു. ജെറി വീണ്ടും പണം ഡൊണേറ്റ് ചെയ്തുവെങ്കിലും സ്നേഹയുടെ റാങ്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജെറി, നീ എന്നെ സഹായിച്ചേ പറ്റൂ. പ്ലീസ്, നീ പറയുന്ന പോലെ എന്തും ഞാൻ ചെയ്യാം. സ്നേഹ, നമുക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടി ശ്രമിക്കാം. മേ ബി അവർ അടുത്ത ആഴ്ച ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾ അത് സമ്മതിച്ചു. എങ്കിൽ ഞാൻ റൂമിലേക്ക് പോവാ. നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. പെട്ടെന്ന് വന്നേക്കണം. അതേസമയം ധീരജ് ഈ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അകലെ തന്റെ സിസ്റ്റത്തിന് മുന്നിലിരുന്ന് അവൻ ബ്രോഡ്കാസ്റ്റ് റൂമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു. സ്നേഹ തന്റെ മുറിയിലേക്ക് പോയി. ജെറി തനിക്ക് സംഭവിച്ച പരാജയത്തിന്റെ വേദന മറക്കാൻ ബാറിലേക്ക് വന്നു. പരാജയത്തിന്റെ ദേഷ്യം അടക്കാൻ അവൻ ഒരാളെ തേടുമ്പോഴാണ് ധീരജിനെ അവന്റെ കൺമുന്നിൽ കാണുന്നത്. അവനെ കണ്ട ഉടനെ ആർത്ത് ചിരിച്ചുകൊണ്ട് ജെറി പറഞ്ഞു, ആഹാ, നീ വന്നോ? ഞാൻ നിന്നോട് പ്രൊട്ടക്ഷൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ, കൊണ്ടുവന്നോ? ഏതായാലും നിന്റെ ടൈമിംഗ് കൊള്ളാം.